നമസ്കാരം. നവഗ്രഹങ്ങളുടെ കൂട്ടത്തിലാണ് ജ്യോതിഷം രാഹുകേതുക്കളെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. യഥാർത്ഥത്തിലുള്ള ഗ്രഹങ്ങളല്ല ഇവ. എന്നാൽ ജ്യോതിഷപ്രകാരം ഇവയ്ക്ക് ഗ്രഹങ്ങളുടെ പദവിയും അത്രത്തോളം പ്രാധാന്യവും നൽകിയിരിക്കുന്നതാകുന്നു. എന്നാൽ മറ്റ് ഗ്രഹങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വിഭിന്നമായി എപ്പോഴും പിന്നിലേക്ക് സഞ്ചരിക്കുന്ന ഗ്രഹം എന്നാണ് പറയുക. പിന്നിലേക്കുള്ള സഞ്ചാരം അഥവാ വക്രഗതിയിലുള്ള സഞ്ചാരം ജ്യോതിഷത്തിലെ ഒരു സങ്കല്പം തന്നെയാണ്. അഥവാ വക്രഗതിയും ജ്യോതിഷത്തിലെ ഒരു സങ്കല്പമാകുന്നു. 2025 എന്ന പുതുവർഷവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ രാഹു കുംഭം രാശിയിൽ എത്തുകയാണ്. നിലവിൽ മീനം രാശിയിൽ സഞ്ചരിക്കുന്നതായ രാഹു പിന്നിലേക്ക് സഞ്ചരിച്ചാണ് ശനിയുടെ സ്വക്ഷേത്രമായ കുംഭത്തിലേക്ക് എത്തുന്നത്. തന്മൂലം ഞാൻ ഈ പരാമർശിക്കുന്ന രാശിക്ക് 2025 എന്ന പുതുവർഷത്തിൽ രാഹു കുംഭം രാശിയിലേക്ക് എത്തുകയാണ്. എന്നാൽ നിലവിൽ മീനം രാശിയിലാണ് രാഹു പിന്നിലേക്ക് സഞ്ചരിക്കുന്നത്. അഥവാ പിന്നിലേക്ക് സഞ്ചരിച്ച് ശനിയുടെ സ്വക്ഷേത്രമായ കുംഭത്തിലേക്ക് എത്തുന്നത്. രാഹുവിന്റെ ഈ രാശിമാറ്റം ഞാൻ ഈ പരാമർശിക്കുന്ന രാശിക്ക് വളരെയധികം സൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും ജീവിതത്തിലേക്ക് കൊണ്ടുവരും എന്ന് തന്നെ പരാമർശിക്കാം. രാഹുവിന്റെ ഈ രാശിമാറ്റം ഏറ്റവും ശുഭകരമായി ഭവിക്കുന്ന ആ രാശി ഇപ്രകാരമാകുന്നു. ഏവരും ഇഷ്ടദേവതയുടെ നാമം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. മകരം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് ഉത്രാടം, തിരുവോണം, അവിട്ടം എന്നീ നക്ഷത്രക്കാർ. ഈ നക്ഷത്രക്കാർക്ക് പ്രത്യേകിച്ചും 2025 രാഹുവിന്റെ ഈ രാശി മാറ്റവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കും. പ്രധാനമായും ജീവിതത്തിലേക്ക് ഈ സൗഭാഗ്യങ്ങൾ തന്നെ തേടിയെത്തും എന്ന് തന്നെ പരാമർശിക്കാം. പ്രധാനമായും ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കാനായി പോകുന്നത് ഗുണഫലങ്ങൾ വർദ്ധിക്കും എന്ന കാര്യമാകുന്നു. പല കാര്യങ്ങളിലും അനുകൂലമായ ഫലങ്ങൾ അനുഭവിക്കാനുള്ള അവസരങ്ങൾ ജീവിതത്തിൽ സിദ്ധിക്കും. കാരണം മകരം രാശിയുടെ ധനഭാവത്തിലാണ് രാഹു സംക്രമിക്കുന്നത്. അടിക്കടിയുള്ള സാമ്പത്തികപരമായ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാതെ തന്നെ ഏതൊരു കാര്യവുമായി ബന്ധപ്പെട്ടാണ് എങ്കിലും സാമ്പത്തികപരമായ നേട്ടങ്ങൾക്കുള്ള അവസരങ്ങൾ അല്പം വർദ്ധിക്കാവുന്നതാണ്. സാമ്പത്തികപരമായ ഉയർച്ച തന്നെയാണ് വന്നു ചേരുക. അതിനാൽ തന്നെ ഈ സമയം അത്തരം കാര്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. ചിലവുകൾ ജീവിതത്തിൽ പലപ്പോഴും പല രീതിയിലുള്ള പ്രതിസന്ധികൾക്ക് കാരണമായി തീരും എങ്കിൽ പോലും ചിലവുകൾ അല്പം കുറയ്ക്കുവാനുള്ള സാധ്യതകൾ വന്നു ചേരാം. ചിലവുമായി ബന്ധപ്പെട്ട അത്തരം പ്രശ്നങ്ങൾ ഒരു പരിധിവരെയെങ്കിലും കുറയ്ക്കുവാൻ സാധിക്കും. കൂടാതെ ധനസമൃദ്ധി, പ്രതീക്ഷിക്കാതെ തന്നെ ധനം കൈകളിലേക്ക് വന്നു ചേരുക, ഇരട്ടി നേട്ടങ്ങൾ തന്നെ വന്നു ചേരുക തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും ധനസമൃദ്ധി വന്നു ചേരാം. കടമായി നൽകിയിരിക്കുന്നതായ ധനം തിരികെ ലഭിക്കുക, ലോൺ, ചിട്ടി തുടങ്ങിയ കാര്യങ്ങൾക്കായി ശ്രമങ്ങൾ നടത്തുന്നു എങ്കിൽ അത്തരം കാര്യങ്ങൾ അനുകൂലമാവുക. അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും ധനസമൃദ്ധി ജീവിതത്തിലേക്ക് വന്നു ചേരാം. ജീവിതത്തിൽ പലവിധ സൗകര്യങ്ങൾ വന്നു ചേരാം. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ പോലും ജീവിതത്തിൽ സംഭവിച്ചു എന്ന് വരാം. അല്ലലുകൾ ഇല്ലാത്തതായ അവസ്ഥയാണ് വന്നു ചേരുക. പല കാര്യങ്ങളും നടക്കുവാനുള്ള സാഹചര്യങ്ങൾ, അതിനുള്ള ആവശ്യമായ ധനം കൈകളിലേക്ക് വന്നു ചേരാം. ന്യായമായ ആവശ്യങ്ങൾ നടന്ന് കിട്ടുന്നതായ ഒരു സമയമാണ് എന്ന് തന്നെ പരാമർശിക്കാം. കൂടാതെ ഈ സമയം മകരം രാശിക്കാർക്ക് വാക്ചാതുര്യം വർദ്ധിക്കുന്നതായ സമയമാണ്. ഏതൊരു കാര്യവും സംസാരിച്ച് തങ്ങൾക്ക് അനുകൂലമാക്കി തീർക്കുവാൻ ഇവർക്ക് സാധിക്കും. സാമർഥ്യം ജീവിതത്തിലേക്ക് വന്ന് ചേരാവുന്നതാകുന്നു. മറ്റുള്ളവരെ ആകർഷിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. മറ്റുള്ളവരെ തങ്ങളിലേക്ക് ആകർഷിക്കുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങൾ ഉടലെടുക്കുന്നതാണ്. അത് നിങ്ങളുടെ സംസാര ശൈലിയാലും നിങ്ങളുടെ പ്രവൃത്തിയാലുമാകുന്നു. അതിനാൽ മറ്റുള്ളവരിൽ മതിപ്പുണ്ടാക്കുവാൻ സാധിക്കും എന്ന കാര്യം പ്രത്യേകം ഓർക്കണം. കൂടാതെ കുടുംബ ജീവിതവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പ്രധാനമായും മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. കുടുംബ ജീവിതത്തിൽ അനുഭവിച്ചിരുന്നതായ ചില പ്രശ്നങ്ങൾ
അത്തരം പ്രശ്നങ്ങൾ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിച്ചു എന്ന് വരാം. കുടുംബ ബന്ധങ്ങൾ കൂടുതൽ ദൃഢമായി മാറുന്ന സാഹചര്യങ്ങളാണ് വന്നു ചേരുക. തെറ്റിദ്ധാരണകൾ പലതും മനസ്സിലുണ്ട്. അത്തരം തെറ്റിദ്ധാരണകൾ നിങ്ങൾക്ക് തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. സാമ്പത്തിക സ്ഥിതി അല്പം അനുകൂലമാകുന്ന സാഹചര്യങ്ങളാണ് വന്നു ചേരുക. സാമ്പത്തികപരമായ ഉയർച്ച നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം. കുടുംബത്തിന്റെ പല ആവശ്യങ്ങളും നിങ്ങൾക്ക് പൂർത്തീകരിക്കുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. കുടുംബത്തിന്റെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് പ്രവർത്തിക്കുവാനുള്ള അവസരങ്ങൾ ജീവിതത്തിലേക്ക് വന്ന് ചേരാവുന്നതാകുന്നു. പുതിയ വീട്, പ്രോപ്പർട്ടി തുടങ്ങിയ കാര്യങ്ങൾ വാങ്ങുവാനുള്ള അവസരങ്ങൾ വന്നു ചേരാം. ലാഭം നൽകുകയോ അല്ലെങ്കിൽ ഭാവിയിലേക്ക് ലാഭം നേടിയെടുക്കുവാൻ സാധിക്കുന്നതായ ചില നിക്ഷേപങ്ങൾ നടത്തുവാൻ അനുകൂലമായ സാഹചര്യങ്ങൾ വന്നു ചേരും. അത്തരത്തിൽ അനുകൂലമായ വർഷം തന്നെയായി മാറും. കൂടാതെ ഏറെക്കാലമായി അലട്ടിയിരുന്നതായ പല പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തുവാൻ സാധിക്കും. പല പ്രശ്നങ്ങളും ഇല്ലാതെയാകുന്നു എന്ന് തന്നെ പരാമർശിക്കാം. കൂടാതെ രാഹുവിനാൽ മകരം രാശിക്കാർക്ക് ഈ വർഷം ഏറ്റവും ശുഭകരമായി തീരും. അതായത് 2025 എന്ന വർഷം അനുകൂലമായി തീരുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. കൂടാതെ ജോലിയുമായി ബന്ധപ്പെട്ട നേട്ടങ്ങൾ, ബിസിനസ് തുടങ്ങുവാനുള്ള അവസരങ്ങൾ വന്നു ചേരുക, അതുമായി ബന്ധപ്പെട്ട ധനം, പണം കണ്ടെത്തുവാനുള്ള സാഹചര്യങ്ങൾ വന്നു ചേരുക തുടങ്ങിയ കാര്യങ്ങളും സംഭവിക്കാവുന്നതാണ്. എന്നാൽ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് എടുത്തു ചാടി തീരുമാനങ്ങൾ കൈക്കൊള്ളാൻ പാടില്ല എന്ന കാര്യം ഓർക്കുക. അല്പം കൂടി ചിന്തിച്ച് മാത്രമേ ഇത്തരം കാര്യങ്ങളിൽ പ്രവർത്തിക്കാൻ പാടൂ എന്ന കാര്യവും പ്രത്യേകം ഓർക്കണം. നിരവധിയാർന്ന യാത്രകൾ നിങ്ങൾക്ക് ചെയ്യേണ്ടതായി വരാം. ബിസിനസ് പരമായി നിങ്ങൾക്ക് ഇത്തരം യാത്രകൾ കൂടുതൽ അനുകൂലമായി തീർന്നു എന്ന് വരാം. കൂടാതെ പല തരത്തിലുള്ള ബിസിനസ്സുകൾ, ഒന്നിൽ കൂടുതൽ ബിസിനസ്സുകൾ ആരംഭിക്കുകയോ അത്തരം ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ഗുണം നിങ്ങൾക്ക് വന്ന് ചേരുകയോ ചെയ്യാം. പുതിയ അവസരങ്ങൾ അത് ബിസിനസ്സുമായി ബന്ധപ്പെട്ടാണ് എങ്കിലും ജോലിയുമായി ബന്ധപ്പെട്ടാണ് എങ്കിലും അവസരങ്ങൾ നിങ്ങൾക്ക് മുൻപിൽ തെളിയാവുന്നതാണ്. പുതിയ ബിസിനസ്സുകൾ ആരംഭിക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരുന്നതിനോടൊപ്പം അത് വിപുലമാക്കുവാനും സാഹചര്യങ്ങൾ വന്നു ചേരും. ശുഭ സമയമാണ് നിങ്ങൾക്ക് എന്ന് തന്നെ പരാമർശിക്കാം. രാഹുവിന്റെ സംക്രമണ കാലം നിങ്ങൾക്ക് കാര്യങ്ങൾ കൂടുതൽ അനുകൂലമാക്കി തീർക്കുന്നതാകുന്നു. തൊഴിൽ രഹിതരായ വ്യക്തികളാണ് എങ്കിൽ നിങ്ങൾക്ക് ജോലി ലഭിക്കുവാൻ ഏറ്റവും സാധ്യത കൂടുതലുള്ള സമയവും അതുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ ശ്രമിക്കുകയാണ് എങ്കിൽ കാര്യങ്ങൾ അനുകൂലമാകുന്ന സാഹചര്യങ്ങൾ വന്നു ചേരാം. പ്രശംസ നേടിയെടുക്കുവാൻ സാധിക്കുന്നു എന്ന പ്രത്യേകത ഉണ്ട്. കർമ്മരംഗത്ത് തന്നെ മികച്ച പ്രകടനങ്ങൾ കാഴ്ചവയ്ക്കുവാൻ സാധിക്കും. സർക്കാർ ജോലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അല്പം അനുകൂലമായി തീരാവുന്നതുമാണ്. പുതിയ വരുമാന സ്രോതസ്സുകൾ നിങ്ങൾക്ക് മുൻപിൽ തുറക്കപ്പെടുന്നതാകുന്നു. കൂടാതെ ഈ സമയം തിരികെ ലഭിക്കാനുള്ള പണം നേടിയെടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതായ സമയമാകുന്നു. ഈ സമയം പ്രധാനമായും ചില വ്യക്തികളുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുന്നതായ ആ തർക്കങ്ങൾ തന്മൂലം നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കുന്നതായ വിഷമങ്ങളോ തിരിച്ചടികളോ ധനപരമായ പ്രയാസങ്ങളോ നിങ്ങൾക്ക് തരണം ചെയ്യുവാൻ സാധിക്കും. അഥവാ ആ വ്യക്തികളുമായി വീണ്ടും യോജിച്ച് പ്രവർത്തിക്കുവാനുള്ള അല്ലെങ്കിൽ പിണക്കങ്ങൾ മറക്കുവാനോ പറഞ്ഞു തീർക്കുവാനോ സാധിക്കുന്നതായ സാഹചര്യങ്ങൾ തന്നെ വന്നു ചേരും. അതിനാൽ ഈ സമയം, ഈ വർഷം നിങ്ങൾക്ക് പൊതുവിൽ അനുകൂലമാണ്. പല വിധത്തിലുള്ള അവസരങ്ങളാണ് വന്നു ചേരുക. ആ അവസരങ്ങൾ ശരിയായ രീതിയിൽ തന്നെ നിങ്ങൾ വിനിയോഗിച്ച് മുന്നോട്ട് പോകേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. ജോലിയുമായി ബന്ധപ്പെട്ടോ ധനപരമായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടോ തീർച്ചയായും പുതിയ അവസരങ്ങൾ തന്നെ നിങ്ങളെ തേടിയെത്താം. വിദ്യയിൽ ഉയർച്ച നേടുവാൻ സാധിക്കുന്നു എന്ന പ്രത്യേകതയും ഈ വർഷം നിങ്ങളിലേക്ക് വന്നു ചേരും.